അതായത് ദിവിഷ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ആനയുടെ മുറിവിൽ ഏതെങ്കിലും മറ്റ് ലോഹഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതില്ല. അത്തരത്തിലുള്ളൊരു ലോഹഭാഗങ്ങളൊന്നും തന്നെ ആനയുടെ മുറിവിലില്ല എന്നുള്ളൊരു ഒരു വിവരം നമുക്ക് ഈ ചികിത്സയുടെ ഭാഗമായി അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ആ ഒരു സംശയം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ലോഹഭാഗങ്ങൾ വല്ലതും തറച്ചിരിക്കുന്നുണ്ടോ എന്ന സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതില്ല. ആനകൾ കൊമ്പ് കൂടിയപ്പോൾ ഉണ്ടായ ഒരു മുറിവ് തന്നെയാകാനാണ് സാധ്യത എന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്. ചികിത്സ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. പ്രധാനമായും തന്നെ ഇത് പ്രദേശവാസികൾക്ക് എങ്ങനെയാണ് ഈ ആന ഭീഷണിയാകുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മുറിവുമായി നടക്കുന്ന ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഗ്രസീവായി ആളുകളുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ ഭീഷണിയാകുന്ന രീതിയിലേക്കൊക്കെ പലപ്പോഴും വരാറുണ്ട്. പാരന്റേഷനിലൂടെയും അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ ഇടയിലൂടെയൊക്കെ തന്നെ ഇങ്ങനെ വരാറുണ്ട്. സാധാരണ ഇവിടെയുള്ള ആനകൾ ഒന്നും അത്ര തന്നെ കാര്യമായ അക്രമകാരികളല്ല. പക്ഷേ ഈ ആന സ്വാഭാവികമായ മുറിവുള്ളതുകൊണ്ട് തന്നെ ആളുകളുടെ അടുത്തേക്കൊക്കെ ചീറിപ്പായുന്നതും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ആന പാഞ്ഞെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതനുസരിച്ചുള്ള ചില ദൃശ്യങ്ങളും നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തുടക്കഘട്ടത്തിലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആന തിരിഞ്ഞത്. അപകടകരമായൊരു സ്ഥിതിയായിരുന്നു ഗോകുൽ അപ്പോൾ. അത് ഈ ദൗത്യത്തിൻ്റെ തുടക്ക സമയത്തും ഉണ്ടായിരുന്നു. അതായത് മയക്കുവെടി വയ്ക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. അത് ആ തുടക്ക സമയത്തും ആന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുണ്ടായിരുന്നു. അത് DFO അടക്കം പറഞ്ഞ അവരുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലായിരുന്നു. അത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് കൂടി പാഞ്ഞെടുക്കുന്ന രീതിയിലേക്കുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ അവർ സ്വാഭാവികമായും ട്രെയിൻഡാണ്. അവർ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നേരിടാൻ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിദഗ്ധമായി തന്നെ അതിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ അപകടമുണ്ടാകാതെ ഒഴിയാനും ഒക്കെ തന്നെ കഴിയും. അവരൊരു സുരക്ഷിത അകലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതും. അപ്പോൾ ഇന്ന് മയക്കുവെടി വെച്ചപ്പോഴുള്ള ദൃശ്യങ്ങൾ നമുക്കറിയാം. ആന പാഞ്ഞെടുക്കുന്നതും പാഞ്ഞോടുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ ഇത്തരത്തിൽ മയക്കുവെടി വയ്ക്കുന്ന സാഹചര്യത്തിൽ കൂടുതലായും ആനകൾ കുറച്ചുകൂടി അഗ്രസീവ് ആകും. അത് ഭയന്നോടുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇതിനു മുൻപുള്ള പല ദൗത്യങ്ങളിലും നമ്മളതൊക്കെ തന്നെ കണ്ടതുമാണ്. അത്തരത്തിലൊരു സാഹചര്യം ഇന്നും ഉണ്ടായി. ഇതിനുശേഷം പരിശോധന നടത്തിയപ്പോൾ ഈ മുറിവിൽ ലോഹഭാഗങ്ങളൊന്നുമില്ല, അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ലോഹഭാഗങ്ങളോ മറ്റാശങ്കൾക്കൊന്നും ഇടയില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഇത് സ്വാഭാവികമായി ആനകൾ കൊത്തുകൂടുമ്പോൾ അല്ലെങ്കിൽ കൊമ്പ് കോർക്കുമ്പോൾ ഉണ്ടായ മുറിവാകാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ പരിശോധന എത്തി എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമാകുന്നത്. ഗോകുൽ.